നാളെ നടക്കാൻ പോകുന്ന +2 ഹിസ്റ്ററി മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ തൊട്ട് ഇങ്ങോട്ടേക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം 10ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ വേഗം പറയുകയാണ്, കാരണം നമുക്കിനി കുറച്ച് സമയമുള്ളൂ. നാളെയാണ് മോഡൽ എക്സാം നടക്കുന്നത്. അപ്പം വേഗം പറഞ്ഞു പോകാം. 10ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മെയ്ജി റെസ്റ്റോറേഷനാണ്, അഥവാ മെയ്ജി പുനഃസ്ഥാപനമാണ്. അത് 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കും. മറ്റന്നാളെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം, നാളെ ഉണ്ടാവും. 3 പ്രിൻസിപ്പിൾസ് ഓഫ് സന്യാറ്റ്സെൻ്റെ 3 തത്വങ്ങൾ 3 മാർക്കിന് ചോദിക്കും. പിന്നെ അതേ ചാപ്റ്ററിൽ തന്നെ 3 4 മാർക്കിന് ലോങ് മാർച്ചിനെ കുറിച്ച് ചോദിക്കും. ചൈനയിലെ ലോങ് മാർച്ചിനെ കുറിച്ച് കുറിപ്പ് എഴുതാൻ ചോദിക്കും. പിന്നെ 9ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഗോൾഡ് റഷ് അഥവാ സ്വർണ്ണ പ്രവാഹമാണ്. അത് 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കും. അതേപോലെ തന്നെ 8ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺ വുമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും കുട്ടികളും വ്യവസായ വിപ്ലവം എന്ന ഭാഗം പഠിക്കണം. അതേപോലെ തന്നെ ലുഡിസത്തെക്കുറിച്ച് നോക്കിയിട്ടുണ്ടാവണം. ഇനി 7ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് മാനവികത എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ അതായത് ഹ്യൂമനിസം 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ റെനൈസൻസ് നവോത്ഥാന മനുഷ്യൻ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. കോപ്പർനിക്കൻ റവല്യൂഷൻ, കോപ്പർനിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഒരു 5 മാർക്കിന് എഴുതാൻ ചോദിക്കാറുണ്ട്. പിന്നെ 6ാമത്തെ ചാപ്റ്റർ എസ്എ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്ററിൽ 2 മാർക്കിന് എന്താണ് ഫ്യൂഡലിസം എന്ന് ചോദിക്കാം. പിന്നെ ആ ചാപ്റ്ററിൽ 3 ഓർഡേഴ്സ് 3 ക്രമങ്ങളുണ്ടല്ലോ, ആ 3 ക്രമങ്ങളെക്കുറിച്ച് 8 മാർക്കിന് ഒരു എസ്എ ക്വസ്റ്റ്യൻ നാളെ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ ചെങ്കിസ് ഖാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ചെങ്കിസ് ഖാൻ്റെ കുറിൽത്തായെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, 2 മാർക്ക് ചോദിക്കും. യാം എന്ന് പറയുന്ന കൊറിയർ സമ്പ്രദായത്തെക്കുറിച്ച് 2 മാർക്ക് ചോദിക്കും. കുപ്കർ എന്ന് പറയുന്ന നികുതിയെക്കുറിച്ച് 2 മാർക്ക് ചോദിക്കും. യാസ എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ ചെങ്കിസ് ഖാൻ്റെ സൈന്യത്തെക്കുറിച്ച് 4 5 മാർക്കിനും ചോദിക്കും. അദ്ദേഹത്തെ മിലിറ്ററിയെക്കുറിച്ച് അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 4ാമത്തെ പാഠത്തിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കാലിഗ്രഫി ആൻഡ് അറബസ്ക് തമ്മിലുള്ള വ്യത്യാസം. കാലിഗ്രഫിയും അറബസ്കും 2 മാർക്ക് ചോദിച്ചേക്കാം. പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഇസ്ലാമിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് 5 മാർക്കിന് നോക്കണം. നോളജ് ആൻഡ് കൾച്ചർ എന്ന ഭാഗം നോക്കണം. വിജ്ഞാനവും സംസ്കാരവും എന്ന ഭാഗം നോക്കണം. കുരിശുയുദ്ധം ക്രുസൈഡ്സിനെ കുറിച്ച് നോക്കണം, 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ അബ്ബാസിദ് റവല്യൂഷൻ, അബ്ബാസിദ് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കണം. റിഫോംസ് ഓഫ് അബ്ദുൾ മാലിക്കിൻ്റെ പരിഷ്കാരങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഹിജ്റ എന്താണെന്നും കൂടി നോക്കിയിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് 4ാമത്തെ പാഠത്തിൽ നോക്കേണ്ടത്. ഇനി 3ാമത്തെ പാഠത്തിൽ നോക്കേണ്ടത് റോമൻ എംപയർ ആൻഡ് ഇറാനിയൻ എംപയർ, റോമ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. 3rd സെഞ്ചുറി ക്രൈസിസ്, 3ാം നൂറ്റാണ്ടിൽ പ്രതിസന്ധി നോക്കണം. സോഷ്യൽ ഹൈറാർക്കി, സാമൂഹ്യ ശ്രേണീകരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഷുവറായിട്ട് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ അടുത്ത ഷുവർ ക്വസ്റ്റ്യനാണ് റിഫോംസ് ഓഫ് ഡയോക്ലീഷ്യൻ്റെ പരിഷ്കാരങ്ങൾ 4 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ റിഫോംസ് ഓഫ് കോൺസ്റ്റൻറ്റൈൻ്റെ പരിഷ്കാരങ്ങളും 4 മാർക്കിന് ചോദിക്കാം. ഇനി 2nd ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ജിയോഗ്രഫി ഓഫ് മെസോപ്പൊട്ടാമിയ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. മെസോപ്പൊട്ടാമിയയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ 4 മാർക്കിന് ചോദിക്കും. ക്യൂണിഫോമിനെ കുറിച്ച് 5 മാർക്കിന് ചോദിക്കാം. 4 മാർക്കിന് മെസോപ്പൊട്ടാമിയയിലെ മാരി എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് ചോദിക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് മെസോപ്പൊട്ടാമിയയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്കിന് ചോദിക്കാം. പിന്നെ 8 മാർക്കിന് വല്ലപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് അർബനൈസേഷൻ ഇൻ സൗത്തേൺ മെസോപ്പൊട്ടാമിയ, ദക്ഷിണ മെസോപ്പൊട്ടാമിയയിലെ നഗരവൽക്കരണത്തെക്കുറിച്ച് ചോദ്യം വരാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. പ്രിമേറ്റുകളെ കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ആസ്ട്രോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. പിന്നെ എങ്ങനെയാണ് ഏർലി ഹ്യൂമൻസ് ഒബ്റ്റെയിൻ ഫുഡ്, അതായത് ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണം തേടിയിരുന്നത് എന്നിരുന്നതും ചോദിക്കും. ഇതൊക്കെയാണ് +1 ഹിസ്റ്ററിയിൽ മോഡൽ എക്സാമിന് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്.